ഇവർ ഓരോ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കാൻ നേരം ഇവരൊരു നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം കടത്തിയെന്ന് പറഞ്ഞു. ഇതിപ്പോ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ MLA ആയിട്ട് 6 മാസമായി. എന്റെ പേരിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കള്ളപ്പണം എത്ര ഗുരുതരമായ കേസാണ്. ഞാൻ അന്നും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എനിക്കെതിരെ കേസെടുത്തിട്ട് അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഒന്ന്, ഇനി തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ മാനദ്ദേഹം അടക്കം അദ്ദേഹത്തിന് തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന്റെ പേരായിരുന്നു ആദ്യം ചുവരെഴുത്തിലുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. ആ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ, VD സതീശനാണ് ആ ഡോക്ടറെ പറ്റിയിട്ടുള്ള അശ്ലീല വീഡിയോയ്ക്ക് പിന്നിൽ. VD സതീശനെ വരെ വിലങ്ങ് വെക്കും എന്നന്ന് CPM പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. ആ VD സതീശനെതിരായിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ വടകര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ എന്താണ്, ഒരു വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടിനെ പറ്റി പറഞ്ഞു. ഈ ഷാഫി പറമ്പിൽ മതം പറഞ്ഞു, വർഗീയത പറഞ്ഞു വോട്ട് പിടിക്കുന്നു എന്ന് പറയുന്നു. ആ ഷാഫി പറമ്പിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇന്നത്തെ ദിവസം വരെ ആ ഷാഫി പറമ്പിലെതിരായിട്ട് ഒരു FIR പോലും എടുത്തിട്ടില്ല. അങ്ങനെ അടിസ്ഥാനരഹിതമായ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും പറയുന്ന അധമ മനസ്സുകൾ, ഈ അധമ മനസ്സുകളാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ മാലിന്യ കുമാരം. ഈ മാലിന്യത്തെ ഇങ്ങനെ തൂത്തുകൂട്ടി ജനങ്ങൾ തൃക്കാക്കരയിൽ വലിച്ചെറിഞ്ഞതുപോലെ, പാലക്കാട് വലിച്ചെറിഞ്ഞതുപോലെ, വടകരയിൽ വലിച്ചെറിഞ്ഞതുപോലെ ഈ നിലമ്പൂരിന്റെ മണ്ണിലും വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.